എച്ച് ഫിസിക്കൽ സയൻസിൽ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് ഇത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഹൈഡ്രജൻ ബന്ധനം, അതായത് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന ഒരു ടോപ്പിക്കാണ്. എച്ച് പുതിയ രീതിയിലായതുകൊണ്ട് കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇതെങ്ങനെ പഠിക്കാം, ഇതെങ്ങനെ മനസ്സിലാക്കാം എന്നതാണ് ഈ ക്ലാസ്സിൽ ചെയ്യുന്നത്. ഇതിൽ ഈ വീഡിയോയിൽ ഒരു PYQ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത് അറിയണമെങ്കിൽ, അത് ചെയ്യണമെങ്കിൽ ഈ കൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കണം. ഹൈഡ്രജൻ ബന്ധനത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റാണ് നമ്മൾ നോക്കുന്നത്. ഹൈഡ്രജൻ ബന്ധനം എന്നാൽ ഹൈഡ്രജൻ ആറ്റവും, അതായത് H എന്ന ആറ്റവും ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റവും തമ്മിലുള്ള ആകർഷണ ബലമാണ്. ഇലക്ട്രോനെഗറ്റീവ് ആറ്റങ്ങളായി സാധാരണ ഉണ്ടാവുന്നത് ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ എന്നിങ്ങനെയാണ്. ഒരു തന്മാത്രയിൽ ഹൈഡ്രജൻ ആറ്റവും അതുപോലെ ഇലക്ട്രോനെഗറ്റീവ് ആറ്റങ്ങളായ ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ. ഈ ചിത്രത്തിൽ നോക്കാം. ഇത് H2O എന്ന രണ്ട് തന്മാത്രകളാണ്. H2O. ഇതിൽ നമുക്ക് കാണാം 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും. ഇത് രണ്ടും ഹൈഡ്രജനാണ്. ഈ റെഡ് നിറത്തിൽ കാണിച്ചിരിക്കുന്നത് ഓക്സിജനാണ്. ഇവിടെ ഒരു H2O തന്മാത്രയിലെ ഹൈഡ്രജനും മറ്റൊരു H2O തന്മാത്രയിലെ ഓക്സിജനും തമ്മിൽ, നമ്മൾ നേരത്തെ കണ്ടു ഓക്സിജൻ ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റമാണ്. ഇവ തമ്മിൽ ഒരു ആകർഷണം ഉണ്ടാകുന്നു. ഈ ആകർഷണം ആണ് ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതല്ലാത്ത മറ്റൊരു ബോണ്ട് കൂടെ നമുക്കിവിടെ കാണാം, കോവാലൻ ബോണ്ട്. തന്മാത്രയിലുള്ള ഒരു ബോണ്ടാണ് കോവാലൻ ബോണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. ഈ കോവാലൻ ബോണ്ടിനെ സഹസംയോജക ബന്ധനം എന്നാണ് മലയാളത്തിൽ അറിയപ്പെടുന്നത്. സഹസംയോജക ബന്ധനത്തെക്കാൾ ദുർബലമാണ് ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ടിന്റെ പവർ എന്നുള്ളത് വളരെ വീക്കായ ഒരു ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട്. സഹസംയോജക ബന്ധനം, അതായത് കോവാലൻ ബോണ്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ വീക്കായ ഒരു ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട്. ഇതാണ് ഇവിടെ ഉള്ള 2 കൺസെപ്റ്റുകൾ. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ ഹൈഡ്രജൻ ബന്ധനം ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടു ജലതന്മാത്ര H2O. ഈ തന്മാത്രയിൽ ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റം കാണാം, ഓക്സിജൻ. ഈ ഓക്സിജൻ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് ഈ സഹസംയോജക ബന്ധനത്തിലുള്ള ഇലക്ട്രോണുകളെ ഇതിന്റെ അടുത്തേക്ക് ആകർഷിക്കുന്നു. ഇതിന്റെ അടുത്തേക്ക്, ഓക്സിജന്റെ അടുത്തേക്ക് ആകർഷിക്കുന്നതിന്റെ ഫലമായി ഓക്സിജന് ഒരു ഭാഗിക നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നു. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് കൊണ്ട് ഹൈഡ്രജൻ ഒരു ഭാഗിക പോസിറ്റീവ് ചാർജും ലഭിക്കുന്നു. ഇതിന്റെ ഫലമായി ഈ ജലതന്മാത്ര ഒരു പോളാർ തന്മാത്രയായി മാറുന്നു. അതായത് 2 പോളുകളുള്ള, പോസിറ്റീവും നെഗറ്റീവ് ഭാഗങ്ങളുള്ള ഒരു തന്മാത്രയായി മാറുന്നു. ഇത് തന്നെയാണ് എല്ലാ ജലതന്മാത്രയിലും സംഭവിക്കുന്നത്. ഈ ഒരു സമയത്ത് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം നെഗറ്റീവ് ചാർജ് ഉള്ളതായും ഹൈഡ്രജൻ പോസിറ്റീവ് ചാർജ് ഉള്ളതായും മാറുന്നു. ഇതിന്റെ ഫലമായി ഇവ അടുത്ത് വരുന്ന സമയത്ത് ഇവ തമ്മിൽ ഒരു ആകർഷണം രൂപപ്പെടുന്നു. ഇതാണ് ഹൈഡ്രജൻ ബന്ധനത്തിന് കാരണം.
ഹൈഡ്രജൻ ബന്ധനത്തെ സൂചിപ്പിക്കാൻ നമ്മൾ സാധാരണ ഇടവിട്ടുള്ള ഇങ്ങനെ വരകളാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം, HF എന്ന തന്മാത്രയിൽ ഹൈഡ്രജനും ഫ്ലൂറിനും ഉണ്ട്. സോ ഫ്ലൂറിൻ മറ്റൊരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൂറിൻ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് ഇതിന് ഒരു ഭാഗിക നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നു. ഹൈഡ്രജന് ഒരു ഭാഗിക പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. സോ ഒരു നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജുള്ള ഹൈഡ്രജനും തമ്മിൽ ഇവിടെ ഒരു ആകർഷണം രൂപപ്പെടുന്നു. ഇതാണ് HFൽ സംഭവിക്കുന്നത്. ഈ 3 പോയിന്റുകൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാം. 1ഉം 2ഉം ശരിയാണ്, ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇതിൽ വരാനുള്ള സാധ്യത. സോ ഇവിടെ ഹൈഡ്രജൻ ബന്ധനത്തിന്റെ മൂല്യം സംയുക്തത്തിന്റെ ഭൗതിക അവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു. ഹൈഡ്രജൻ ബന്ധനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആ സംയുക്തം ഏത് അവസ്ഥയിലാണ്, ഖരാവസ്ഥയിലാണോ വാതകാവസ്ഥയിലാണോ, അതുപോലുള്ള ഏതവസ്ഥയിലാണ് എന്നുള്ളത് ഹൈഡ്രജൻ ബന്ധനവും അതായത് ഈ അവസ്ഥയും തമ്മിൽ പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. അതായത് ഹൈഡ്രജൻ ബന്ധനം ഖരാവസ്ഥയിലാണെങ്കിൽ ഏറ്റവും കൂടുതലായിരിക്കും. ഖരാവസ്ഥയിൽ ഹൈഡ്രജൻ ബന്ധനം കൂടുതലും വാതകാവസ്ഥയിൽ ഹൈഡ്രജൻ ബന്ധനം ഏറ്റവും കുറവുമാണ്. ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ബന്ധനം ഉള്ളത് ഖരാവസ്ഥയിലാണ്. ഇനി മറ്റൊരു പോയിന്റ്, സംയുക്തങ്ങളുടെ ഘടനയിലും സ്വഭാവങ്ങളിലും ഹൈഡ്രജൻ ബന്ധനത്തിന് ശക്തമായ സ്വാധീനമുണ്ട്. ഘടന, സ്വഭാവം എന്നത് തീരുമാനിക്കുന്നതിൽ ഹൈഡ്രജൻ ബന്ധനത്തിന് വളരെയധികം സ്വാധീനമുണ്ട്. ഇപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇപ്പം ഇവിടെ ഹൈഡ്രജൻ ബന്ധനം 2 തരത്തിലുണ്ട്. ഒന്ന് അന്തർ തന്മാത്രാ ഹൈഡ്രജൻ ബന്ധനം, അതായത് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. സെക്കൻഡ് വൺ ആന്തര തന്മാത്രാ ഹൈഡ്രജൻ ബന്ധനം, ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി നമുക്ക് സെക്കൻഡ് പാർട്ടിൽ പഠിക്കാം. ഈ ഒരു ഭാഗത്ത് നിന്നാണ് കഴിഞ്ഞ HSAയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.